അസൂയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഷയങ്ങളുടെ അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരസ്പരം പൊറുക്കലിനെ ചോദിച്ചും മാപ്പ് പറഞ്ഞും പ്രശ്നങ്ങൾ തീർക്കുക. നമുക്ക് തീർക്കണമല്ലോ, വിഷയങ്ങൾ മരണത്തിന് മുമ്പേ തീർക്കണം. മരിച്ച് നമ്മുടെ മയ്യത്തൂടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നമ്മുടെ മക്കൾ പറയാണ്, എൻ്റെ വാപ്പാനോട് ആർക്കെങ്കിലും, എൻ്റെ വാപ്പാക്ക് ആരോടെങ്കിലും വല്ല ദേഷ്യം ഉണ്ടെങ്കിലും പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോഴേക്കും ചില ആളുകൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ലല്ലോ, മനസ്സുകൊണ്ട് പുറത്തു കൊടുക്കാൻ മടിയുള്ളവരുണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തു കൊടുക്കണം എന്നാണ്. പക്ഷെ ഒരാൾ പുറത്തു കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ അത് വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഅ്തദറ ഇലാ അഖീഹി ബിമഅ്ദിറത്തിൻ ഫലം യഖ്ബൽ മിൻഹു. ഒരു മനുഷ്യൻ ഒരാളോട് എക്സ്ക്യൂസ് ചോദിച്ചു, ഒരു മനുഷ്യൻ ഒരാളോട് എന്തെങ്കിലും പിണക്കത്തിൽ എന്നോട് ക്ഷമിക്കണം, അന്ന് ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അങ്ങനെ ഒരാളോട് പൊറുക്കലിനെ ചോദിച്ചു, ഇയാൾ പറഞ്ഞു ഞാൻ പുറത്തു തരൂല. ആരോടെ പൊറുക്കലിനെ ചോദിച്ചത്? ആ മനുഷ്യൻ പുറത്തു തരികയില്ല എന്ന് പറഞ്ഞാൽ ഖാന അലൈഹി മിസ്ലു ഖതിഅത്തി സാഹിബി മിക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൈക്കൂലിയോ തട്ടിപ്പറിച്ചോ മറ്റൊരാളുടെ ഹക്ക് പിടിച്ചു വാങ്ങുന്ന ആ വലിയ കുറ്റത്തിന്റെ അതിന്റെ ശിക്ഷ പോലെയുള്ള ശിക്ഷ ഒരു മനുഷ്യന്റെ എക്സ്ക്യൂസ് സ്വീകരിക്കാത്ത ആൾക്കുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മോട് സോറി കേട്ടോ പൊരുത്തപ്പെടണ. ചിലർ പറയും ഇംഗ്ലീഷുകാരെ കണ്ടുപിടിച്ചൊരു വാക്കേ എന്ത് കുരുത്തക്കേട് ചെയ്താലും സോറി എന്ന് പറഞ്ഞാൽ തീരുന്ന, ഞാൻ പുറത്തു കൊടുക്കൂല എന്നൊക്കെ എന്റെ ചെവി കൊണ്ടൊരുത്തും പറയണേ കേട്ടു. വണ്ടി ചളി തെറിപ്പിച്ചിട്ടേ സോറി എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോകണം. ഓനിപ്പോ സോറി എനിക്ക് നീ കുപ്പായം പോയി കഴുകിണ്ടാക്കണം, ഇസ്തിരിട്ട് ഇറങ്ങിയതാണ്, അതൊക്കെ ആകെ കേടായി. ഓൻ്റെ ഒരു സോറി ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചൊരു വാക്ക് എന്ന് പറഞ്ഞാൽ സംഗതി വലിയ നല്ലൊരു പ്രയോഗമാണ് ഈ സോറി എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ്. എക്സ്ക്യൂസ് മീ ഒന്ന് ബേപ്പിട്ടാൽ എന്താ നമ്മൾ പറയുന്നത്? ബേപ്പിനെന്താ മലയാളത്തിൽ പറയല്ലേ? ഏമ്പൊക്കെ വിടാന്ന് അറിയില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഓന്ന് സൗണ്ട് വിടൂലേ? എന്താ പറയാ? തേക്കുക. എനിക്കറിയില്ല. ബേപ്പ് എന്ന് ഇംഗ്ലീഷുകാരൻ പറയാറുണ്ട്, BURB ബേപ്പ്. അപ്പോ അങ്ങനെ ബേപ്പ് വന്നു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് ഇംഗ്ലീഷുകാർക്ക്. എന്നോട് ക്ഷമിക്കാനായിട്ടോ ആണ്, കാരണം അതൊരു രസമില്ലാത്ത സൗണ്ടാണ്. ഒരു ഗ്യാസ് വരും, വല്ല അടച്ചിട്ട കാറിലൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു മണം വരാണ്ട്. ഒരു എക്സ്ക്യൂസ് മീ എന്ന് പറയാം. നമ്മളൊക്കെ റാഹത്തിൽ ബേപ്പിട്ടിട്ട് പിന്നെയും അതിന്റെ മേലെ ഒരു സോഡയും കുടിച്ചിട്ട് പിന്നെയും വിടുക. അപ്പൊ നമ്മുടെ ആ കൾച്ചറിൽ എന്താ അറിയില്ല, നമുക്കത് മോശമായിട്ട് തോന്നിയിട്ടില്ല. ഈ കാർക്കിച്ച് തുപ്പലൊക്കെ അറബിയൊക്കെ ഭയങ്കര ദേഷ്യല്ലേ, ഹാ എന്നൊക്കെ പറഞ്ഞ് തുപ്പാൻ തന്നെ പാടില്ല എന്നാണ് ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ടു. നമ്മൾ പിന്നെ ഇപ്പുറത്തൊരാളെ ഭക്ഷണം കഴിക്കണ്, ഇവക്ക് ചെന്നിട്ട് വാറിന് കൈയിട്ടിട്ട് എന്തൊരടങ്ങേറാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാണ്. കോമൺ സെൻസ് വേണം. നമ്മൾ ക്ഷമ ചോദിക്കണം എന്നാണ് എക്സ്ക്യൂസ് മീ എന്ന് പറയും. നമ്മൾ മലയാളികൾ എക്സ്ക്യൂസ് മീ എന്ന് പറയാറുണ്ട് എപ്പോഴാണെന്നറിയോ? ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ കാണാൻ അവൻ്റെ ദേഷ്യയുടെ മുഖത്തുള്ള ദേഷ്യം. എക്സ്ക്യൂസ് മീ, എന്നോട് പൊറുക്കണേന്നപ്പ പറയണത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കണം, എനിക്കൊന്ന് പോവാണ്ട്, ഒന്ന് വഴി തരുമോ, എക്സ്ക്യൂസ് മീ, അല്ലെങ്കിൽ ഐ എം സോറി, എന്തൊക്കെ പറയണം. എക്സ്ക്യൂസ് മീ, ഇതെന്ത് ദേഷ്യപ്പെടുമ്പോൾ പറയണ വാക്കാന്നാ വിചാരം. എനിക്ക് മാപ്പ് തരണേ എന്നാണോ ചോദിക്കണത്? ഇവനൊക്കെ എങ്ങനെ മാപ്പ് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ? അപ്പോ മഅ്സിറത്ത് അപ്പോളജി ഒരു മനുഷ്യൻ ചെയ്താൽ നോ വറീസ്, നോ വറീസ്, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. ഇത് പറയൽ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അത് ഇംഗ്ലീഷുകാർ ചെയ്യുന്നുണ്ട്. നമ്മൾ സോറി എന്നിട്ട് പറയില്ല, പറഞ്ഞോ അവൻ്റെ ഒരു സോറി എന്ന് പറയും. സാരല്ല, നോ പ്രോബ്ലം. ഇത് നമ്മൾ ശീലിക്കേണ്ട ഒരു സംഗതിയാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട സംഗതിയാണ്. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും ഐ എം സോറി, ക്ഷമിക്കണം. നമ്മൾ ഖേദിക്കുന്നു എന്നും സാധാരണ പറയാറില്ല. നന്ദി എന്നുള്ള വാക്ക് പറയാതെ പോലെ തന്നെ അത് നമ്മുടെ പരശുരാം വരാൻ നേരം വൈകിയാൽ പോലെ അനൗൺസ് ചെയ്യുമ്പോൾ പറയും അല്ലേ, നേരം വൈകിയതിൽ ഖേദിക്കുന്നു, അല്ലെങ്കിൽ ആനയൊക്കെ സംഭാവന എന്നൊക്കെ പറയല്ലേ. നമ്മളൊക്കെ എന്താ സംഭാവന കൊടുക്കുകയാണെന്നല്ലേ. അപ്പോ ഖേദിക്കുന്നു എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഉണ്ടാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും മാപ്പ് ചോദിച്ചാൽ മാപ്പ് ചെയ്തു കൊടുക്കുക. പറ്റിപ്പോയി, പുറത്തു തരണം, ആയിക്കോട്ടെ, ഞാൻ പുറത്തൊന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ ഒന്നുമില്ല, എല്ലാം തീർന്നു, അൽഹംദുലില്ലാഹ് എന്ന്
മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വളരെ മനോഹരമായൊരു ഹദീസ്, വളരെ മനോഹരം. ഈ ഹദീസ് കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ലാ യുബല്ലിഗുനി അഹദും മിൻകും അൻ അഹദിൻ മിൻ അസ്ഹാബി ശൈഅ. നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്ർ. എന്റെ സ്വഹാബികളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ഒരാളും എന്റെ സ്വഹാബികളിൽ ഒരാളെക്കുറിച്ചും മോശപ്പെട്ടത് എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരരുത്. നിങ്ങളിൽ ഒരാളും എന്റെ സ്വഹാബികളിൽ ആരെങ്കിലും, സ്വഹാബികൾ നബി തങ്ങൾ ഡീൽ ചെയ്യുന്ന അവരുമായിട്ടാണ്, എന്റെ കൂട്ടുകാരാ, എന്റെ സ്വഹാബികൾ, എന്റെ അനുയായികൾ, എന്റെ മുമ്പിൽ വരുന്നവർ, അവരിൽ ഒരാളെക്കുറിച്ചും മോശപ്പെട്ടത് എന്നോട് വന്ന് പറഞ്ഞു തരരുത്. കാരണം എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വരുമ്പോൾ വഅന സലീമുസ് സദ്രി, എന്റെ ഹൃദയം സുരക്ഷിതമായി, ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാതെ നിങ്ങളെ വന്ന് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും വല്ല ഫിത്നയും എന്റെ ചെവിയിൽ പറഞ്ഞു തന്നാൽ ആ മനുഷ്യനോട് എനിക്ക് വെറുപ്പ് തോന്നും, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുണ്ടല്ലോ ഫിത്ന പറഞ്ഞു കൊടുക്കുക. നാട്ടിൽ വാൽവ് പറയാൻ പോകുമ്പോണ്ടോ അങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിങ്ങൾ വാൽവ് പറയുന്നവരെങ്കിൽ അറിയാൻ പറ്റും. സംഘാടകരിൽപ്പെട്ട അല്ലെങ്കിൽ അകന്ന സംഘാടകൻ കുത്തിത്തിരിപ്പിന് മാത്രം മൈക്ക് സെറ്റ് മോശമായ ഒച്ചുണ്ടാക്കാൻ വരുന്നുണ്ടാവും, ആ വഴിക്കേ വന്നിട്ടുണ്ടാവില്ല ആ പരിപാടി വിജയിപ്പിക്കാൻ. ആ നേരത്തൊരു ആവേശം വരാനുണ്ട് എന്ന് ഇതൊക്കെ വന്നിട്ട് വരസ്താതെ പിന്നെ മറ്റാളെ എൻ്റെ 2 ലക്ഷം പറ്റിച്ചു പോയിട്ടുണ്ട്, അയാൾ മുമ്പിലിരിക്കുന്നത് 2 വാക്ക് അതിനെ പറ്റി പറയാൻ കേട്ടോ. വേറെ ഒരുത്തം വന്ന് പറയും പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രശ്നമുണ്ട്, നമ്മളെ പുതിയാപ്പിളുടെ സ്വഭാവം എന്നതൊക്കെ. പുതിയാപ്പിള വരും ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഓനെ പറ്റി 2 വാക്കുകൾ ഓനെ പറ്റും. ഇങ്ങനെ മനുഷ്യന്മാരെന്തൊക്കെ പറയാം ആന്ന് പറഞ്ഞ് വിടലാനും പറ്റുള്ളൂ. അവിടെ ഒരു വിഷയം ഉണ്ടാവും പറയാൻ. അത് ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോരോ ഫിത്നകൾ അല്ലെ പറയും. ഇവിടെ കമ്മിറ്റിക്കാർ ഇങ്ങനെയാണ് കേട്ടോ, സംഗതി ഇങ്ങനെ ഓരോ മുമ്പെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അതിനപ്പോൾ ഓടി വന്നത് ഫോൺ ചെയ്ത. ഇങ്ങനെ എന്തെല്ലാം ഫിത്ന ഉണ്ടാവുന്ന സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരുടെ സ്വഭാവം ഭയങ്കര അത്ഭുതമാണ്. നിബിധങ്ങൾ പറയും നിങ്ങളിതൊന്നും എന്നോട് പറയല്ലിൻ, നിങ്ങൾ ആരും എന്നെ പറ്റി ഒരാളുടെ കുറ്റവും പറഞ്ഞു തരല്ലിൻ. എന്തേ കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ ആരോടും ദേഷ്യമുണ്ടാവരുത് എന്നെനിക്ക് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് വെറുപ്പ് തോന്നൂലേ ഒരാളോട്, ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെ നാവുകളൊക്കെ സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ.